ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമുക്കിന്ന് ശ്രീ നാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകം എന്ന ദാർശനിക കൃതിയിലെ 63ാമത് ശ്ലോകമാണ് പഠിക്കേണ്ടത്. ശ്ലോകം ഒന്ന് വായിക്കാം. അറിവിലിരുന്നപരത്വമാർന്നിടാതെ ഈ അറിവിനെയിങ്ങറിയുന്നതെന്നിയേ ഞാൻ പരവശനായ അറിവില പണ്ഡിതൻ തൻ പരമരഹസ്യം ഇതാരു പാർത്തിടുന്നു. അറിവിലിരുന്ന് അപരത്വമാർന്നിടാതെ ഈ അറിവിനെ ഇങ്ങറിയുന്നതെന്നിയേ ഞാൻ പരവശനായ അറിവിയില്ല പണ്ഡിതൻ തൻ പരമരഹസ്യം ഇതാരു പാർത്തിടുന്നു. സാരം: അറിവും ഞാനും വേറെയല്ല എന്ന ചിന്തയോടല്ലാതെ അന്വേഷിച്ചാൽ അറിവ് തെളിയുകയില്ല. തന്നിൽ നിന്ന് അന്യമാണ് ആത്മാവ് എന്ന് കരുതി അന്വേഷിച്ചാൽ ആത്മജ്ഞാനം ഉദിക്കുകയില്ല. ആത്മജ്ഞാനിയുടെ അത്യന്ത വിശിഷ്ടമായ ജ്ഞാനാനുഭൂതി മറ്റൊരാൾക്ക് അറിയാൻ കഴിയുന്നതെങ്ങനെ? ഇതിനെ നമുക്കൊന്ന് വിശദമായിട്ട് പഠിക്കാം. അത് അറിവിനെ വിട്ട് ഞാനുമില്ല, ഞാനും അറിവും രണ്ടല്ല എന്നാണ് ഗുരു കഴിഞ്ഞ കുറേ ശ്ലോകങ്ങളിലേക്കൂടി നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ സാധാരണക്കാരൻ്റെ ധാരണ ഞാനും സത്വവും, ഞാനെന്ന സത്വവും ഞാനും വ്യത്യാസമാണെന്നാണ്. നമുക്ക് ഉണ്മയുണ്ട് എന്ന് പോലും സാധാരണക്കാർക്ക് അറിയില്ല. കാണാത്തതിനെക്കുറിച്ച് അവർക്കൊരു ധാരണയുമില്ല. അവർ ചിന്തിക്കുകയുമില്ല. കാണുന്നതാണ് അവർക്ക് സത്യം. നിത്യവൃത്തിക്കുള്ള വക ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലുള്ള സാധാരണ വ്യക്തി, ഇനി വലിയ ഉദ്യോഗവും കൂലിപ്പണിക്കാരനായാലും ഒരേ കാര്യമാണ് അവർ ചെയ്യുന്നത്: നിത്യവൃത്തിക്കുള്ള വകയുണ്ടാക്കുക. ശരീരമല്ലാതെ ഞാൻ എന്നതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നതേയില്ല. ഇനി വിദ്യാഭ്യാസമുള്ളവനും വിദ്യാഭ്യാസമില്ലാത്തവനും തൻ്റെ ഉണ്മയെ അറിയാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയോ ഉണ്മയെക്കുറിച്ചോ ആത്മബോധ തിരിച്ചറിവോ കൊടുക്കുന്നില്ല. ആത്മീയമായ അറിവ് എല്ലാവർക്കും കുറവ് തന്നെ എന്ന് പറയാം. ചുരുക്കം ചിലർ മുൻജന്മ സുഹൃതം കൊണ്ട് തൻ്റെ സ്വത്വത്തെ, തൻ്റെ ഉണ്മയെ അറിയാൻ ശ്രമിക്കുന്നു. തന്നെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന, വാക്കുകൾ പറയിപ്പിക്കുന്ന ആത്മചൈതന്യമാണ് അറിവ്. മതവിശ്വാസികൾ ഈ അറിവിനെ ദൈവം എന്ന് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗുരു പറയുന്നു, ഞാനും ദൈവവും ഒന്നാണെന്ന്. ഞാനും അറിവും ഒന്നാണെന്ന് ബോധിപ്പിക്കുന്നു. ദൈവത്തെ അറിയണം. മനുഷ്യന് മാത്രമേ ദൈവമാകാൻ കഴിയൂ. ഗുരു വിശ്വാസത്തിലൂടെ മനുഷ്യനെ അറിവിലേക്ക് നയിക്കുന്നു. വിശ്വാസത്തെ തള്ളാതെ ക്രമാനുക്രമമായി അറിവിലേക്ക് കൊണ്ടുപോകുന്നു. ഗുരു അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠയിൽ തുടങ്ങി അവസാനം കണ്ണാടിയിൽ പ്രതിഷ്ഠിച്ചു. ഈ ക്ഷേത്രപ്രതിഷ്ഠയിൽ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? ചിലയിടത്ത് സത്യം, ധർമ്മം, ദയാശാന്തി എന്നെഴുതിയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. വിശ്വാസത്തെ സംരക്ഷിക്കുകയും ലക്ഷ്യത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുകയുമാണ് ഗുരു ചെയ്യുന്നത്. അറിവിലിരുന്ന്, ഗുരു പറയുന്നു, അറിവിലിരുന്ന്, അതായത് ഈശ്വരനിലിരുന്ന്. ദൈവത്തിൽ നിന്ന് വേറിട്ട അസ്തിത്വമില്ല നമുക്ക്. അറിവിലിരുന്ന് അപരത്വമാർന്നിടാതെ, അപരത്വം അതായത് അന്യതാബോധം ഒട്ടുമില്ലാതെ, ഞാൻ അറിവാണ്, ഈ അറിവിനെ ഞാൻ അറിവാണ്, ഈ അറിവിനെ ഇങ്ങറിയുക, ഈ ജീവിതത്തിൽ തന്നെ അറിയുക. ഈശ്വര സംബന്ധിയായ അജ്ഞത ഗുരു നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഞാനും ഈശ്വരനും ഒന്നാണെന്ന് ബോധ്യപ്പെടണം. ഈ ജീവിതത്തിൽ തന്നെ ബോധ്യപ്പെടണം.
തന്നിൽ നിന്ന് അന്യമായ ഒരു ഈശ്വരൻ ഇല്ല എന്ന് ബോധ്യപ്പെടണം. ഗുരു വീണ്ടും വീണ്ടും പറയുന്നു, അറിവും ഞാനും രണ്ടല്ല, അറിവിൽ താൻ അമർന്നിരിക്കുന്നു എന്ന്. ഗുരുവിൻ്റെ ദർശനം സകല ജീവരാശികളെയും ദൈവമായി കാണാൻ പഠിപ്പിക്കുന്നു. തന്നിൽ നിന്ന് അന്യമായ ദൈവമില്ല, താൻ തന്നെയാണ് ദൈവം. ഇത് സമൂഹം വിശ്വസിക്കുന്നില്ല. ഗുരുവിൻ്റെ അനുയായികൾക്ക് പോലും ഈ തത്വശാസ്ത്രം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മതം ദൈവത്തെ നമ്മിൽ നിന്ന് മാറ്റുന്നു. മനുഷ്യനെയും ദൈവത്തെയും രണ്ടായി കാണാനാണ് മതം പഠിപ്പിക്കുന്നത്. അടിസ്ഥാനപരമായി ഗുരു പറയുന്നു, അറിവും ഞാനും ഒന്നാണ്. തന്നിൽ നിന്ന് അന്യമായ ഒരു ദൈവവുമില്ല. തന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഈശ്വരനാണ്. മതത്തിൽ നിന്ന് അകലും തോറും നമുക്ക് ഗുരുവിൻ്റെ ദർശനം മനസ്സിലാക്കാം. അഖണ്ഡമായ ബോധത്തിൽ ഇരുന്നും കൊണ്ട് അറിയുക, ഞാനും അറിവും ഒന്നാണെന്ന് ഗുരു ആവർത്തിച്ച് ഉപദേശിക്കുന്നു. ചൈതന്യത്തിൽ ഇരുന്നും കൊണ്ട് അന്യതാബോധം ഇല്ലാതെ അപരത്വമാർന്നിടാതെ അറിയുക. ഒരിക്കൽ ശിവഗിരിയിലെ ശാരദാമഠത്തിലെ കാണിക്ക വഞ്ചി ആരോ മോഷ്ടിച്ചു. കള്ളനെ പിടികൂടി. ശിക്ഷാവിധി ഗുരു പറയുകയാണ്, ഒരു തമാശ പറയുകയാണ് ഗുരു. ഈ കാണിക്കാപ്പെട്ടിയിലെ പൈസയെല്ലാം ഇട്ടവൻ്റെ പോക്കറ്റിലായിരുന്നെങ്കിൽ ഈ സാധു ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നു. എന്തൊരു തമാശ! എല്ലാവരും അവനെ കുറ്റപ്പെടുത്തുമ്പോൾ ഗുരു പറയുന്നു, എല്ലാവരും കാണിക്കപ്പെട്ടിയിൽ പൈസ ഇട്ടതുകൊണ്ട് സാധുവിന് സൗകര്യമായി എന്നർത്ഥത്തിലാണ് ഗുരു പറയുന്നത്. ദൈവത്തിൻ്റെ പേരിലാണ് കാണിക്കപ്പെട്ടിയിൽ പണം വന്നത്. ദൈവം ആ സാധുവിനെ സഹായിച്ചു. ഇവിടെ മതം ദൈവത്തിൽ നിന്ന് നമ്മെ അന്യമാക്കുമ്പോൾ ഗുരു ഞാനും ദൈവവും ഒന്നാണെന്ന് പറയുന്നു. നാം ഭഗവത്ഗീതയും ഭാഗവതവും ഉപനിഷത്തുക്കളൊക്കെ പഠിക്കുമ്പോൾ ദൈവം തന്നിൽ നിന്ന് അന്യമല്ലാത്ത രീതിയിൽ പഠിക്കണം. പക്ഷേ ഇന്ന് സമൂഹത്തിൽ എന്താണ് കാണുന്നത്? ദൈവം നമ്മിൽ നിന്ന് അന്യമാണെന്ന് ദൈവത്തിൻ്റെ പേരിലുള്ള ആചാരങ്ങളാൽ സാധാരണക്കാരിൽ നിന്ന് പണം പിരിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. ഇതെല്ലാം പഠിച്ച് സ്വസ്ഥമായി ഇരുന്ന് ധ്യാനാത്മകമായി ആത്മബോധത്തിലേക്ക് ഉയരാൻ ശ്രമിക്കുകയാണ് നാം വേണ്ടത്. ഗുരു നമ്മെ ദൈവം എന്നിൽ നിന്ന് അന്യമല്ല എന്ന ബോധത്തിലേക്ക് എത്തിക്കുന്നു. നമ്മുടെ സ്വത്വബോധത്തിലെത്തിക്കുന്നു. അറിവ് കൊണ്ട് സ്വതന്ത്രനാകുക എന്ന് ഗുരു ഉദ്ബോധിപ്പിക്കുന്നു. ഞാനും ഈശ്വരനും രണ്ടല്ല എന്നത് അറിവിലൂടെ മാത്രമേ നേടാൻ കഴിയുകയുള്ളൂ എന്നാണ്. പരവശനായി അറിവില്ല. ക്ഷീണിതനായാൽ ഈ തത്വം അറിയില്ല. മതം നമ്മെ ഈശ്വരനെ തേടി അലയാൻ പഠിപ്പിക്കുന്നു. ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. തിരച്ചിലും അലച്ചിലും തുടർന്നു കൊണ്ടേയിരിക്കുന്നു. പരവശനായി അറിവില്ല. പരവശനായി എന്തെല്ലാം ചെയ്യുന്നു. വികലമായി കോഴിയെ വെട്ടുന്നു. ആചാരങ്ങൾ എന്തെല്ലാം ചെയ്യുന്നു നാം. കോഴിയെ വെട്ടുന്നു, ആടിനെ വെട്ടുന്നു, മക്കളെ കുരുതി കൊടുക്കുന്നു. എന്തെല്ലാം അനർത്ഥങ്ങളാണ് നാം അറിവില്ലാതെ ചെയ്യുന്നത്. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു. അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു. ഇതാണ് ഗുരുദേവൻ നമ്മെ പഠിപ്പിക്കുന്നത്. ജാതി, മതം, ദൈവം ഇതിനെക്കുറിച്ചാണ് ഗുരു നമ്മെ കൂടുതലായി പഠിപ്പിക്കുന്നത്. അഖണ്ഡമായ ബോധമായ അറിവ് ദൈവമാണ്. ഇത് സനാതനമാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ഇതാണ് സനാതന ധർമ്മമായി കാണേണ്ടത്. ഇവിടെ വിഭാഗീയത ഇല്ല. ഈ അറിവിനെ, ഈ ദൈവത്തെ ഇന്ന് തന്നെ അറിയുക. ഈ ശരീരം കൊണ്ട് തന്നെ അറിയുക. പണ്ഡിതൻ തൻ പരമരഹസ്യം ഇതാരു പാർത്തിടുന്നു. പണ്ഡിതൻ അറിയുന്ന ഈ പരമാർത്ഥത്തെ എങ്ങനെയാണ് വെളിവാക്കുക?
അതായത് പരവശനായി നാം യഥാർത്ഥ സത്യം അറിയുന്നില്ല, എന്നാൽ പണ്ഡിതൻ അറിയുന്ന പരമാർത്ഥമാണിത്. അറിവുള്ളവൻ ഈ സത്യം അറിയുന്നു. ഇതാര് കേൾക്കുന്നു? ഇതാര് പാർത്തിടുന്നു? തന്നിൽ നിന്നന്യമായ ഒരു ദൈവമില്ല എന്നും ദൈവത്തെ അന്വേഷിക്കേണ്ട എന്നും തൻ്റെ ഉണ്മയായിരിക്കുന്ന ദൈവത്തെ അറിഞ്ഞ് ഉൾക്കൊണ്ട് ജീവിക്കുകയാണ് വേണ്ടത്. ഈ ജീവിതത്തിൽ തന്നെ എല്ലാ അർത്ഥത്തിലും സുഖം തരുന്ന ഒരു അനുഭവമായി മാറുന്നു. തന്നിൽ നിന്നന്യമായ ദൈവമില്ല എന്നും തന്നിലുള്ള ഉണ്മയെ ശംശീകരിക്കുന്ന ഒരു ജീവിതക്രമം നാം വാർത്തെടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് അറിവിൻ്റെ തലം ഉയർത്തി ഈ തത്വം ഗ്രഹിച്ച് ജീവിക്കാൻ ഗുരുകൃപ ഉണ്ടാവട്ടെ. ഹരി ഓം നമഃ ശിവായ.